വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങയൊക്കെ വറുത്താണ്. അതിനകത്ത് കുറേ കറിവേപ്പിലൊക്കെ ചേർക്കണം. ഇതിന് വേപ്പിലക്കെട്ടി എന്നും പേരുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തേങ്ങ വറുത്തത്, വാളംപുളി, പിന്നെ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും ഓരോന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ചൂടാകുമ്പോഴത്തേനും തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു 3 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരണ്ടുമ്പോഴത്തേനും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ അത് ഒരുപോലെ നമ്മൾ പല സൈസിലായാലും വറുത്ത് വരുമ്പോഴത്തേനും പല മൂപ്പാകും. അതുകൊണ്ട് നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോൾ അത് ഒരുപോലെ ആകുമ്പോഴാണ് അത് ഒന്നുകൂടെ നല്ലത്. ഇല്ലാതെ നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ അതും നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രോസൺ തേങ്ങയാണ് മേടിക്കുന്നത്. അത് പല സൈസായിരിക്കും. അപ്പം നമ്മൾ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് അതൊരു ഫുഡ് പ്രോസസ്സറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ സൈസ് വരും. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ വറക്കുമ്പോഴത്തേനും ഒരേ രീതിയിൽ അത് മൂത്തും വരും. നമുക്ക് ആദ്യം തേങ്ങ വറക്കാം. അപ്പോൾ പാൻ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ രീതിയിൽ അത് ചിരണ്ടി എടുത്താൽ അതായിരിക്കും നല്ലത്. ഇതൊരു 3 കപ്പുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് നമ്മളൊരു കൈപ്പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നെ വേണ്ടത് കുറച്ച് മുളക്, നമ്മുടെ ചുമന്ന മുളകുണ്ടല്ലോ അത് വേണം. പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഒരു ചെറിയ കഷ്ണം, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ളത് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാളംപുളിയാണ്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ അവസാനം കുറച്ച് ഉപ്പോട് വേണം. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ഇത് ഒന്ന് വറുത്തെടുക്കണം തേങ്ങ. അത് ആറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മളിത് വറക്കുമ്പോഴത്തേനും ഭയങ്കര കുഴഞ്ഞിരിക്കും. പൊടിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് ചൂടായി വരുമ്പോൾ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മൂത്തോളൂല്ലോ. അതുപോലെ തന്നെ മുളക് ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുവാണ്. വേറെ പൊടിക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ, അതിനാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇടാം. അതുപോലെ തന്നെ കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ അതാണ് നല്ലത്. ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയുണ്ട്. പിന്നെ കുരുമുളകും ഇതൊരു 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ കാണും, അത്രയും കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്ത് വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. പിന്നെ തേങ്ങ വറുക്കുമ്പോഴത്തേനും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരു ലോ ഫ്ലെയിമിൽ വിട്ട് വേണം നമ്മൾ വറക്കാനായിട്ട്. ഒത്തിരി ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ അത് തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാകുമ്പോഴത്തേനും അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും, ഒരു കയ്പ്പൊക്കെ വരും. അതുകൊണ്ട് തേങ്ങ വറക്കുമ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഞാൻ വറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ സ്റ്റിൽ ഇതിൻ്റെ കളറ് വെള്ള കളറായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പതുക്കെ ഇതങ്ങ് വറുത്തെടുക്കാം. സാധാരണ ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഈ ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് വാളംപുളിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. ഇവിടെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ. എന്നാലും വാളംപുളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതാണെന്നേ ഉള്ളൂ കേട്ടോ. ഇത് എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതെൻ്റെ മോന് വലിയ ഇഷ്ടമാണ് ഈ ചമ്മന്തിപ്പൊടി. പിന്നെ ഈ തേങ്ങ വറക്കുമ്പോഴത്തേനും നമ്മളിത് വെച്ചിട്ട് എങ്ങും പോകരുത് കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മൾ കുറച്ച് സമയം ഒന്ന് കൈ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ ഇല്ല അതിപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു ചെറിയ ബ്രേക്കേ കൊടുക്കാവുള്ളൂ. അപ്പം അങ്ങനെ വേണം ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മൊത്തം ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഇച്ചിരി ഈ ഒരു തേങ്ങ വറുക്കുന്ന പണിയേ ഉള്ളൂ, വേറെ കൂടുതലോ പരിപാടിയൊന്നുമില്ല. അപ്പം ഇതങ്ങ് വറുത്ത് കഴിഞ്ഞാലും നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇച്ചിരി സമയം നിന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്.
നല്ലൊരു കുറച്ച് സമയം കൂടെ വേണം. ഇത് എല്ലാം ഒരു ബ്രൗൺ കളർ ആയിട്ടില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആ കളർ മാറി വരുമ്പോഴത്തേനും ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഒരു കളർ മതിയേ. കാരണം നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തല്ലേ ഇത് ഫ്രൈ ചെയ്യുന്നത്, ഇത് മൂപ്പിക്കുന്നത്. അപ്പം അതിനകത്തിരുന്ന് അതിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ ഇനി അതൊന്ന് കുറച്ചുകൂടെ മൂക്കും. അതുകൊണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം. സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും കരിയും. അപ്പം അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മളിത് പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, കാരണം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. ഇതാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കറിവേപ്പിലയും പിന്നെ നമ്മളിട്ടിരുന്ന ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്ത് വേണം നമ്മൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരുന്നത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മിക്സിയുടെ ചട്നി ജാറുണ്ടല്ലോ, ആ ചെറിയതിനകത്താണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് ഇങ്ങനെ നമുക്ക് ഇടാം. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം. കല്ലുപ്പാണ് ഇടുന്നത്, കുറച്ചിട്ടിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കാൻ പോകുന്നത്. ഇതുണ്ട്, ഇത് ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറേശ്ശെ പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പുളി, വാളംപുളിക്ക് ഓരോ കൂടുതൽ പുളികളാണെങ്കിൽ കുറച്ച് പുളി ഇട്ടാൽ മതി. ഇവിടെ പുളിയുടെ ഉറ പോലെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേർത്തിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കിതിന് കുറവാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഇനി ഇതും കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. കുറച്ചൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി ചേർക്കുന്നത്. ഇതും കൂടെ അടച്ച് വെച്ച് നമുക്കൊന്ന് ചെയ്യാം. ഇതുണ്ട്, ഇതിനൊരു കുറച്ച് എണ്ണമയം പോലെ ഉണ്ട് ഇച്ചിരി. പക്ഷേ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ പുളിയും ചേർത്ത് ബാക്കിയുള്ള ഈ തേങ്ങയും കൂടെ ഇട്ട് പൊടിക്കുമ്പോഴത്തേനും ഇത് പൊടിയായിട്ട് കിട്ടും. ബാക്കി കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, കാരണം ഈ പുളിക്കകത്ത് കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയപ്പോഴത്തേനും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനിത് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് കൂടുതൽ ചേർക്കുന്നില്ല. അപ്പോൾ ഓരോ പുളിയുടെയും അതൊക്കെ അനുസരിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് എടുത്ത് വെച്ചിരുന്ന മുഴുവൻ പുളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങ് പൊടിക്കാം. ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതുകൊണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 കപ്പ് തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വറുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ എമൗണ്ട് അങ്ങ് കുറയും. ഈ ചമ്മന്തിപ്പൊടി ഒന്നും നമുക്ക് ഒത്തിരി എമൗണ്ട് ഒന്നും വേണ്ടല്ലോ, കുറച്ചാണ് നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ മതി. ഇനി കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എടുത്തു വെച്ചിരുന്ന പുളിയും ഒക്കെ ഇത് കൃത്യമായിരുന്നു. ഇതിനകത്ത് വേറെ പുളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും പുളിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പുളിക്കും ഓരോ രീതിയായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തർക്കും പുളിയുടെ എമൗണ്ട്, ചിലർക്ക് ഒത്തിരി പുളിയുള്ളത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് നമ്മൾ പുളി ചേർത്താൽ മതി. ഇനി കുറച്ച് വേണ്ടവർ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി. പക്ഷേ ഇതെല്ലാം ഒരു ബാലൻസ് ആകുമ്പോഴാണ് നമ്മുടെ ആ റിയൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
നമ്മളുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയല്ല ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു പാത്രത്തിൻ്റെ അത് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് മതി, ഒത്തിരി ഒന്നും വേണ്ടല്ലോ. ഇതുണ്ട്, ഇതിനകത്ത് ഇച്ചിരി എണ്ണയുടെ അംശം കൂടുതലുണ്ട്. അത് ഓരോ തേങ്ങയുടെ പോലെ ഇരിക്കും. അപ്പം ഇത് ഇച്ചിരി കുഴഞ്ഞതാണ്. പക്ഷേ നമ്മൾ തേങ്ങയ്ക്കകത്ത് അധികം എണ്ണയില്ലെങ്കിൽ ഇതിങ്ങനെ പൊടി പോലെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു കുറച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ ആ പുളിയും ഉപ്പും ഒക്കെ നല്ല പാകത്തിനാണ്. ഇപ്പം ഞാൻ കാണിച്ച പോലെ ആ ഒരു എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മേബി ഒരു 1.5 കപ്പ് കാണും നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും. അത്രയും ചമ്മന്തിപ്പൊടി കിട്ടും. പിന്നെ ഇതൊന്നും അധികമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു കുറച്ച് എമൗണ്ട് അല്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പം അത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു 1/2 സ്പൂണോ ഒക്കെ മതി. അപ്പോൾ ഇനി നമ്മൾ നാട്ടിലൊന്നും പോയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആ തേങ്ങ വറക്കുന്ന ആ ടൈം അത് മാത്രം മതി, ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം. എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഉടനെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ദെൻ, ബൈ.